ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മളുടെ 10th സ്റ്റാൻഡേർഡിന്റെ ഫിസിക്സിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ശബ്ദ തരംഗങ്ങൾ അഥവാ സൗണ്ട് വേവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: സമുദ്രോപരിതലത്തിലുള്ള ഒരു കപ്പലിലെ സോണാറിൽ നിന്നുമുള്ള ശബ്ദം കടലിന്റെ അടിത്തട്ടിൽ തട്ടി തിരിച്ചെത്താൻ 1 സെക്കൻഡ് സമയമെടുത്തു. അവിടെ കപ്പലിന്റെ ആഴം എത്രയായിരിക്കും? സമുദ്രജലത്തിലെ ശബ്ദവേഗം 1522 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് ക്വസ്റ്റ്യനിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇംഗ്ലീഷ് മീഡിയംകാർക്കും മലയാളം മീഡിയംകാർക്കും പറ്റുന്നതാണ് കേട്ടോ. ചില ക്വസ്റ്റ്യൻസിന്റെ ഇംഗ്ലീഷ് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് മലയാളം കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്താ, ഒരു കപ്പലുണ്ട് അല്ലെ, ഒരു കപ്പലുണ്ട്, കടലിന്റെ മേലെയാണ് ആ കപ്പലുള്ളത്. ആ കപ്പലിൽ ഒരു സോണാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. ഈ കടലിന്റെ അടിത്തട്ടിൽ ഒരു കല്ലുമുണ്ട്. അപ്പൊ ഈ സോണാറിൽ നിന്ന് അൾട്രാസോണിക് തരംഗങ്ങൾ അല്ലെ, അൾട്രാസോണിക് വേവ്സ് ആണ് അല്ലെ വരിക. അപ്പൊ ഈ അൾട്രാസോണിക് വേവ്സ് ഈ കല്ലിൽ പോയി തട്ടിയതിനു ശേഷം എന്ത് ചെയ്യും? തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ എത്തും. അങ്ങനെ നമുക്ക് ഈ കല്ല് ഏകദേശം എത്ര ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്ക്, അതായത് ഈ കല്ല് എത്ര ദൂരം, എത്ര ഡിസ്റ്റൻസിലാണ് ഉള്ളതെന്ന് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ സോണാറിന്റെ ഉപയോഗം എന്താ? സോണാറിന്റെ ഉപയോഗം എന്താ? നമുക്ക് അണ്ടർ വാട്ടർ അല്ലെ, കടലിന്റെ അടിത്തട്ടിലൊക്കെ ഉള്ള സബ്മറൈൻ പോലെയുള്ള അതിലെ കടലിന്റെ അടിത്തട്ടിലുള്ള വസ്തുക്കളിലേക്കുള്ള ദൂരമൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള സംവിധാനമാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഒരു തരംഗം, ഒരു വേവ് കല്ലിൽ പോയി തട്ടി തിരിച്ചെത്താൻ എടുത്ത സമയം 1 സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, 1 സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? അതിന്റെ ശബ്ദവേഗം, അതായത് സ്പീഡ് അല്ലെ, സ്പീഡ് ഓഫ് സൗണ്ട്, സൗണ്ടിന്റെ സ്പീഡ് എത്ര തന്നിട്ടുണ്ട്? 1522. ടൈം എത്ര തന്നിട്ടുള്ളത്? 1 സെക്കൻഡ് ആണ് അല്ലെ. സ്പീഡ്, ശബ്ദവേഗം എത്ര തന്നിട്ടുള്ളത്? വേഗം v അല്ലേ അല്ലെ, v എത്ര തന്നിട്ടുള്ളത്? 1522, 1522 മീറ്റർ പെർ സെക്കൻഡ് അല്ലെ. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? കടലിന്റെ അടിത്തട്ടിൽ തട്ടി അവിടെ ആഴമാണ് അല്ലെ, അവിടെ കടലിന്റെ ആഴം എത്രയായിരിക്കും എന്നാ ചോദിച്ചിട്ടുള്ളത്. എന്താ ചോദിച്ചിട്ടുള്ളത്? കടലിന്റെ ആഴം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആഴം എങ്ങനെയാ നമ്മൾ കാണുക? ദൂരം അല്ലെ, ദൂരമല്ലേ കാണാനായിട്ട് പറയുന്നത്? ദൂരമാണ് കാണേണ്ടത്, d ആണ് കാണേണ്ടത്. നമുക്കറിയാം ദൂരം, സ്പീഡ് അല്ലെ, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. വേഗം ഇസ് ഈക്വൽ ടു ദൂരം ബൈ സമയമാണ് അല്ലെ. വേഗം ഇസ് ഈക്വൽ ടു ദൂരം ബൈ സമയം ആണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് ആ വേവിന്, ആ തരംഗത്തിന് സഞ്ചരിക്കാൻ d ദൂരമാണെങ്കിൽ ആ തരംഗം ഈ ഒരു കല്ലിൽ തട്ടി തിരിച്ചെത്താനും d ദൂരം തന്നെ സഞ്ചരിക്കണ്ടേ? അപ്പൊ ടോട്ടൽ ദൂരം എത്രയാ? d പ്ലസ് d അല്ലെ, 2d അല്ലെ, 2d എന്നല്ലേ കിട്ടുക അല്ലെ. ഇങ്ങോട്ടേക്ക് d ദൂരം സഞ്ചരിക്കണം, അങ്ങോട്ടേക്കും d ദൂരം സഞ്ചരിക്കണം. അപ്പൊ d പ്ലസ് d എന്താ വരിക? 2d എന്ന് കിട്ടും. അപ്പൊ ഇവിടെ എന്ത് വേണം? 2d എന്ന് ഇട്ട് കൊടുക്കണം. ഇനി എന്ത് ചെയ്യാ? ഈ d നെയാണ് അല്ലെ നമുക്ക് കാണേണ്ടത്, d നെയാണ് കാണേണ്ടത്. അപ്പൊ 2d ഇവിടെ വെച്ച് t എന്ത് ചെയ്യാ? ഇങ്ങോട്ടേക്ക് എടുക്കുക. അപ്പൊ എന്താവും? v ഇൻറ്റു ടി ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു d എന്ന് കിട്ടി. നമുക്ക് d മാത്രമല്ലേ കാണേണ്ടത്. അപ്പൊ d ഇവിടെ വെച്ച് ഈ 2 എങ്ങോട്ടേക്ക് എടുക്കുക? ഇങ്ങോട്ടേക്ക് എടുക്കുക അല്ലെ. ഇവിടെ മൾട്ടിപ്ലൈ ആയിട്ടാണല്ലോ ഉള്ളത്. അപ്പൊ താഴോട്ടേക്ക് വരുമ്പോ എന്ത് ചെയ്യും? ഹരിക്കണം അല്ലെ, ഡിവൈഡ് ആയിട്ട് വരും. അപ്പൊ വി ടി ബൈ 2 ഇസ് ഈക്വൽ ടു d എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യാ? വിയും ടിയും നമുക്കറിയാലോ, വിയും ടിയും അറിയാം. ഇനി എന്ത് ചെയ്യാ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാ. എന്താ ചെയ്യാ? വി എത്ര തന്നിട്ടുള്ളത്? 1522 ഇൻറ്റു 1 അല്ലെ. ടി എത്രയാ? 1. ഇനി എന്ത് ചെയ്യാ? ഡിവൈഡഡ് ബൈ 2. 1522 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എത്രയാ നമുക്ക് കിട്ടുക? 761 മീറ്റർ. എത്ര? 761 മീറ്റർ. ഇതെങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതെന്ന് അറിയാവോ? എങ്ങനെയാ നമ്മൾ ഡിവൈഡ് ചെയ്യുക? ഈ മേലെയുള്ള ആളെ ഉള്ളിൽ എഴുതും അല്ലെ, 1522. പിന്നെ ഈ 2 പുറത്തെഴുതും അല്ലെ. 1ൽ 2 പോവോ? ഇല്ല.
അപ്പോൾ 15 പോവും നോക്കാം. 15 പോവും. എത്ര പ്രാവശ്യം പോവും? 7 തവണ പോവും അല്ലേ? 7 × 2 എത്രയാ? 14. 15 14 കുറച്ചാൽ 1. ഇനി എന്താ? ഈ 2നെ ഇറക്കിയിടാം അല്ലെ? 2നെ ഇറക്കിയിടാം. 12 2 എത്ര പ്രാവശ്യം പോവും? 6 തവണ അല്ലെ? 6. 6 × 2 12. 12 - 12 0. ഇനി എന്ത് ചെയ്യുക? ഈ 2നെ ഇറക്കിയിടാം. 2. 2ൽ 2 ഒരു പ്രാവശ്യം പോകും അല്ലെ? 1. 1 × 2 2. ഇത് കുറച്ചാൽ 0. അപ്പൊ ആൻസർ എത്ര കിട്ടി? 761 മീറ്റർ. അത്രയും ദൂരത്തിലാണ് ആ കടലിന്റെ അടിത്തട്ട് ഉള്ളത്. സോണാറിൽ ഉപയോഗിച്ചത് ഏത് തരം ശബ്ദ തരംഗമാണ്? സോണാറിൽ ഉപയോഗിച്ച ഏത് തരം ശബ്ദ തരംഗ? അൾട്രാസോണിക് ശബ്ദ തരംഗം അല്ലെ? അൾട്രാസോണിക് വേവ്സ് ആണ് യൂസ് ചെയ്തത്. എന്താണ്? അൾട്രാസോണിക് അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങളാണ് സോണാറിൽ ഉപയോഗിച്ചത്. ഈ ശബ്ദ തരംഗം പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന മറ്റേതെങ്കിലും 2 സന്ദർഭങ്ങൾ എഴുതുക. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ച സംഭവം തന്നെയാണ് അല്ലെ? ക്ലാസ് എടുക്കുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? സന്ദർഭങ്ങൾ പഠിക്കണം എന്ന്. കണ്ടോ? ക്വസ്റ്റ്യൻ ചോദിച്ചുണ്ടോ? അപ്പൊ ഏതാ 2 സന്ദർഭം എഴുതാ? ഏതും എഴുതാ അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് മെഡിക്കൽ മേഖലകളിലെ മെഡിക്കൽ ഫീൽഡിലൊക്കെ കിഡ്നിയിലോ അല്ലെങ്കിൽ സ്റ്റൊമക്കിലോ എന്തെങ്കിലും സ്റ്റോൺ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഗ്രൈൻഡ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്, അതിനൊക്കെ പൊടിച്ച് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് തരംഗ ഉപയോഗിക്കാറ്? അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങളാണ് ഉപയോഗിക്കാറ് അല്ലെ? അതുപോലെ തന്നെ നമ്മളുടെ വാഹനങ്ങളുടെ മെഷീൻസിന്റെ ഒക്കെ പാർട്സിലൊക്കെ ഇങ്ങനെ ചൊറ പോലെയുള്ള വയറുകളൊക്കെ ഉണ്ടാവും അല്ലെ? പാർട്സ് നമ്മളുടെ മനുഷ്യന്റെ കൈകൾക്ക് എത്തിപ്പെടാനാവാത്ത കുറെ ഭാഗങ്ങൾ ഉണ്ടാവും അല്ലെ മെഷീൻസിൽ? അപ്പൊ അവിടെയൊക്കെ നമുക്ക് എത്തിപ്പെടാനാവാത്ത ഭാഗത്തൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനോ നമ്മൾ ഏത് തരംഗങ്ങളെ ഉപയോഗിക്കുന്നത്? അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങൾ, അൾട്രാസോണിക് വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ? അപ്പോൾ ഇത് മാത്രമല്ല, ഇനിയും കുറേ സന്ദർഭങ്ങളുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ കറക്റ്റ് ആയിട്ട് അത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ 2 സന്ദർഭങ്ങൾ പറയൂന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ 2 എണ്ണം മാത്രം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ കൊടുത്തവയിൽ നിന്നും അനുദൈർഘ്യ തരംഗങ്ങൾക്ക് യോജിച്ചവ തിരഞ്ഞെടുത്ത് എഴുതുക. അനുദൈർഘ്യ തരംഗങ്ങളാണ് അല്ലെ? അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ? അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ്. എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ്. അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ്. നമുക്ക് നോക്കാം. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രസരണ ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്നു. എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേവ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ വേവില് കുറെ പാർട്ടിക്കിൾസ് ഉണ്ടാവുമല്ലോ അല്ലെ ചുറ്റും? ആ പാർട്ടിക്കിൾസ് ഈ വേവിന്റെ ഡയറക്ഷന് പാരലൽ, സമാന്തരം. എന്താണ്? ഈ വേവിന്റെ ഡയറക്ഷന് പാരലൽ, സമാന്തരമായിട്ടാണ് കണികകൾ, പാർട്ടിക്കിൾസ് പോകുന്നതെങ്കിൽ അതെന്ത് തരം തരംഗമാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ് അല്ലെ? അനുദൈർഘ്യ തരംഗങ്ങളാണ്. അപ്പോൾ മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രസരണ ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്നു. ലംബമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിട്ട് കേട്ടോ. പെർപെൻഡിക്കുലർ ആയിട്ട് കമ്പനം ചെയ്യുന്ന ഏതാ? ലോഞ്ചിറ്റ്യൂഡിനൽ ആണോ? അല്ല. അതെന്താണ്? ട്രാൻസ്വേഴ്സ് വേവ് ആണ് അല്ലെ? അനുപ്രസ്ഥ തരംഗങ്ങളാണ്. ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളുമായി പ്രസരണം ചെയ്യപ്പെടുന്നു. ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും, അതായത് കംപ്രഷനും റാരിഫാക്ഷൻസും അല്ലെ? ഇങ്ങനെ അടുത്ത് വരുന്ന ഭാഗങ്ങളെ കംപ്രഷൻ, ഉച്ചമർദ്ദ മേഖലകൾ എന്നും, ദൂരോട്ടുള്ളതിനെ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? നീചമർദ്ദ മേഖല അല്ലെ? റാരിഫാക്ഷൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉച്ചമർദ്ദ മേഖലകൾ കംപ്രഷൻ, നീചമർദ്ദ മേഖലകൾ റാരിഫാക്ഷൻസ്. ഇത് ഏതിലാണ് ഉള്ളത്? ട്രാൻസ്വേഴ്സിലാണോ അല്ലെ ലോഞ്ചിറ്റ്യൂഡിനൽ ആണോ? അനുദൈർഘ്യത്തിലാണോ അല്ലെങ്കിൽ അനുപ്രസ്ഥത്തിലാണോ? ലോഞ്ചിറ്റ്യൂഡിനൽ ആണ് അല്ലെ? ലോഞ്ചിറ്റ്യൂഡിനൽ ആണ് ഇത് കണ്ടുവരുന്നത്. അനുദൈർഘ്യ തരംഗങ്ങളിലാണ് ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും ഉള്ളത്. ഇനി അടുത്തത് ശബ്ദ തരംഗങ്ങൾ എന്തിന് ഉദാഹരണമായിരുന്നു? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ശബ്ദ തരംഗങ്ങൾ എന്തിന് ഉദാഹരണമാണ്? അനുദൈർഘ്യ തരംഗങ്ങൾക്ക് ഉദാഹരണമാണ് ആര്? ശബ്ദ തരംഗങ്ങൾ അല്ലെ? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആയിരുന്നു ആര്? സൗണ്ട് വേവ്സ് അല്ലെ? സൗണ്ട് വേവ്സ് എന്താ? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്.
തെളിഞ്ഞ ജലാശയത്തിൽ ഉണ്ടാകുന്ന ഓളങ്ങൾ, അതായത് റിപ്പിൾസ് ഇൻ വാട്ടർ അല്ലെ, റിപ്പിൾസ് ഇൻ വാട്ടർ, തെളിഞ്ഞ ജലാശയത്തിൽ ഉണ്ടാകുന്ന ഓളങ്ങൾ, റിപ്പിൾസ് ഇൻ വാട്ടർ, അത് ഏതിന് ഉദാഹരണമായിരുന്നു? ട്രാൻസ്വേഴ്സ് വേവ് അല്ലെ, അനുപ്രസ്ഥ തരംഗങ്ങളായിരുന്നു അവ. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രസരണ ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്നു അല്ലെ, നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യം അല്ലെ. മാധ്യമത്തിലുള്ള കണികകള് തരംഗത്തിന്റെ പ്രസരണ ദിശയ്ക്ക് സമാന്തരമായിട്ട് അല്ലെ, വേവിന്റെ ഡയറക്ഷന് പാരലൽ ആയിട്ടാണ്, വേവിന്റെ ഡയറക്ഷന് പാരലൽ ആയിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ, കമ്പനം ചെയ്യുന്നതെങ്കിൽ അത് എന്ത് തരം തരംഗമാണ്? അനുദൈർഘ്യ തരംഗമാണ് അല്ലെ, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. അപ്പൊ ഇതും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. അടുത്തടുത്തുള്ള രണ്ട് ശൃംഗങ്ങൾ തമ്മിലോ രണ്ട് ഗർത്തങ്ങൾ തമ്മിലോ ഉള്ള അകലമാണ് തരംഗ ദൈർഘ്യം. ശൃംഗങ്ങളും ഗർത്തങ്ങളും അല്ലെ, ഇത് അല്ലെ ശൃംഗം, ഇത് ഗർത്തം. ശൃംഗങ്ങളും ഗർത്തങ്ങളും ഏതിലായിരുന്നു നമ്മൾ കണ്ടിട്ടുള്ളത്? ട്രാൻസ്വേഴ്സ് വേവിലായിരുന്നു അല്ലെ, അനുപ്രസ്ഥ തരംഗങ്ങളിലായിരുന്നു അല്ലെ, അനുപ്രസ്ഥ തരംഗങ്ങളിൽ ആയിരുന്നു. അപ്പോ എയും ഡിയും എഫും എന്താ? അനുപ്രസ്ഥ തരംഗങ്ങളാണ്, ട്രാൻസ്വേഴ്സ് വേവ് ആണ് അല്ലെ. ബിയും സിയും ഇയുമാണ് എന്ത്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്, അനുദൈർഘ്യ തരംഗങ്ങൾ. അപ്പൊ ഇതിന് 3 മാർക്കാണ് കേട്ടോ. കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? വൃത്തിയിൽ നമ്മൾ ക്ലാസ് എടുത്തതൊക്കെ പഠിച്ചവരാണെങ്കിൽ നമുക്കിത് കറക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് പറ്റും. 3 മാർക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മേടിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഒന്നും തെറ്റിച്ചളരുത് കേട്ടോ, നല്ല കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ നൽകിയിരിക്കുന്നവയെ തന്നിരിക്കുന്ന പട്ടികയിൽ തരം തിരിച്ചെഴുതുക. തരം തിരിച്ചെഴുതാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്ക്, സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമുള്ളവ, അതായത് പ്രൊപ്പഗേഷന് മീഡിയം ആവശ്യമുണ്ട് അല്ലെ, നീഡ് മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ. ഇവിടെയോ സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ലാത്ത, ഡസ് നോട്ട് നീഡ് മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ അല്ലെ. ഇത് നീഡ് മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ, ഇത് ഡസ് നോട്ട് നീഡ് മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ. ഫസ്റ്റ് വൺ, റേഡിയോ തരംഗം, റേഡിയോ വേവ്സിന് എന്ത് തരംഗമായിരുന്നു? സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യം ഇല്ലാത്ത തരംഗങ്ങളായിരുന്നു അല്ലെ. റേഡിയോ വേവ്സ്, റേഡിയോ തരംഗം എന്താ? ആവശ്യം ഇല്ല അല്ലെ. അടുത്തത്, ജലോപരിതലത്തിലെ രൂപം കൊള്ളുന്ന തരംഗം, റിപ്പിൾസ് ഇൻ വാട്ടർ, വാട്ടറിലുള്ള റിപ്പിൾസ്, അതിന് മാധ്യമം ആവശ്യം ഉണ്ട് അല്ലെ, മാധ്യമം ആവശ്യം ഉണ്ട്. അടുത്തത്, ശബ്ദതരംഗം എന്താ? ലോഞ്ചിറ്റ്യൂഡിനൽ ആണ് അല്ലെ, അനുദൈർഘ്യ തരംഗങ്ങളാണ്. അവയ്ക്ക് പ്രേക്ഷണത്തിന്, പ്രൊപ്പഗേഷന് എന്തിന്റെ ആവശ്യമുണ്ട്? മീഡിയത്തിന്റെ ആവശ്യം ഉണ്ട്, മാധ്യമത്തിന്റെ ആവശ്യം ഉണ്ട്. അപ്പൊ ശബ്ദതരംഗങ്ങളും ആവശ്യം ഉണ്ട്. അടുത്തത്, പ്രകാശ തരംഗം, ലൈറ്റ് വേവ് എന്താണ്? സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. ലൈറ്റ് വേവ് ഡസ് നോട്ട് നീഡ് മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ, ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞവ തന്നെയാണ് അല്ലെ. ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻസിനും ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നെക്സ്റ്റ്, ഇത് ഭയങ്കര സിമ്പിളാ അല്ലെ, നമ്മൾ പഠിച്ചിട്ടുള്ളതാ. ഒരു തരംഗത്തിന്റെ ആവൃത്തി, അതായത് ഫ്രീക്വൻസി കേട്ടോ. ആവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഫ്രീക്വൻസി. ഒരു തരംഗത്തിന്റെ ആവൃത്തി എഫ്. തരംഗ ദൈർഘ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേവ് ലെങ്ത് ആണ് കേട്ടോ. വേവ് ലെങ്ത് ലാംഡ. തരംഗ വേഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് അല്ലെ, സ്പീഡ് എന്നിവ തമ്മിലുള്ള ശരിയായ ബന്ധം സൂചിപ്പിക്കുന്നത് ഇവയിൽ ഏതാണ്? ഫ്രീക്വൻസിയും ലാംഡയും വിയും അല്ലെ, എഫും വിയും ലാംഡയും എന്താണ്? ആവൃത്തിയും തരംഗ ദൈർഘ്യവും തരംഗ വേഗവും തമ്മിലുള്ള ശരിയായ ബന്ധം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആരൊക്കെ തമ്മിലുള്ളതാണ്? എഫും വിയും ലാംഡയും തമ്മിലുള്ള. നമുക്ക് ഇക്വേഷൻ അറിയാലോ. ഏതാണ് ഇക്വേഷൻ? വി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡ അല്ലെ. ഇതല്ലേ നമ്മളുടെ ഇക്വേഷൻ? വി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡ ആണ്. അപ്പൊ നമുക്ക് നോക്കാം, ഓരോ ഇക്വേഷൻ നോക്കാം. വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ, വി ഈസ് ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ ലാംഡ എന്നുള്ളത്. ഇത് ശരിയാണോ? അല്ല, ഇത് തെറ്റാണ്. അടുത്തത് നോക്കാം,
ഇനി വീണ്ടും ഒന്നുമില്ല. ഇനി എന്താ, എഫിൻ്റെതാണ് അല്ലെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് എഫിന് എങ്ങനെയാണ് നമ്മൾ മാറ്റി എഴുതുക? എഫ് ഈസ് ഈക്വൽ ടു, എഫിന് ഇവിടെ വെച്ച് ലാംഡേനെ എന്ത് ചെയ്യുക, ഇപ്പുറത്തേക്ക് എടുക്കുക അല്ലെ. ഇവിടെ മൾട്ടിപ്ലൈ ആയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താവും, ഡിവൈഡ് ആവില്ലേ. അപ്പൊ വി ബൈ ലാംഡ എന്നാവും അല്ലെ. എഫിന്റെ ഇക്വേഷൻ എന്താ, വി ബൈ ലാംഡ. നോക്കാം, എഫ് ഈസ് ഈക്വൽ ടു വി ബൈ ലാംഡ. യെസ്, ഇത് കറക്റ്റ് ആണ് അല്ലെ, ഇത് ശരിയാണ്. ലാംഡ ഈസ് ഈക്വൽ ടു വി എഫ്. ലാംഡ ഈസ് ഈക്വൽ ടു വി എഫ് ആണോ വരിക? അല്ല. ലാംഡ ഈസ് ഈക്വൽ ടു എന്താ വരിക? ലാംഡ ഈസ് ഈക്വൽ ടു വി ബൈ എഫ് എന്നാ വരിക അല്ലെ. ലാംഡ ഈസ് ഈക്വൽ ടു വി ബൈ എഫ് ആണ്. അപ്പൊ ഇതും തെറ്റാണ്. അടുത്ത എന്താ, എഫ് ഈസ് ഈക്വൽ ടു വി ലാംഡ ആണോ? അല്ല. എഫ് ഈസ് ഈക്വൽ ടു വി ലാംഡ അല്ല, എഫ് ഈസ് ഈക്വൽ ടു വി ബൈ ലാംഡ ആണ് അല്ലെ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ എന്നുള്ള ഇക്വേഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും? അതിൽ നിന്ന് നമുക്ക് എഫ് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മാറ്റി എഴുതാനായിട്ട് പറ്റും, ലാംഡ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മാറ്റി എഴുതാനായിട്ട് പറ്റും അല്ല. ഇത് സിമ്പിൾ ആണ് കേട്ടോ. 1 മാർക്ക് എളുപ്പത്തിൽ നമുക്ക് വാങ്ങിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി അടുത്തത്, നെയിം ദ ഡിവൈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡെപ്ത് ഓഫ് ദ സീ യൂസിങ് അൾട്രാസോണിക് വേവ്സ്. അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് കടലിന്റെ ആഴം കണ്ടെത്താൻ സഹായിക്കുന്ന ഉപകരണത്തിന്റെ പേര് എന്താണ്? നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ അതായിരുന്നു അല്ലെ നോക്കിയിട്ടുള്ളത്. എന്തായിരുന്നു ആ ഉപകരണത്തിന്റെ പേര്? സോണാർ അല്ലെ. സോണാർ അല്ലെ. സോണാർ ആണ് എന്ത്, ആ കടലിന്റെ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് കടലിന്റെ ആഴം കണ്ടെത്താൻ സഹായിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താണ്? സോണാർ. ശബ്ദത്തിന്റെ ഏത് പ്രതിഭാസമാണ് ഈ ഉപകരണത്തിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഇവിടെ ഏത് പ്രതിഭാസം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്? ഒരു കപ്പലുണ്ട്, ഇവിടെ ഒരു സോണാർ ഉണ്ട്, ഇത് കടലിന്റെ അടിത്തട്ടിൽ ഒരു കല്ലുണ്ട് എന്ന് വിചാരിക്കും. ഈ സൗണ്ട്, അതായത് സോണാറിൽ നിന്നും വരുന്ന അൾട്രാസോണിക് ശബ്ദം ഈ ഒരു കല്ലിൽ തട്ടിയിട്ടാണ് തിരിച്ചു പോകുന്നത് അല്ലെ. തട്ടി തിരിച്ചു പോകുന്നു അല്ലെ. തട്ടിയിട്ട് തിരിച്ചു പോകുന്നു. ഈ പ്രതിഭാസത്തിന് നമ്മൾ വിളിക്കുന്ന പേരെന്തായിരുന്നു? റിഫ്ലക്ഷൻ അല്ലെ. എന്തായിരുന്നു? റിഫ്ലക്ഷൻ അല്ലെ. പ്രതിപതനം. എന്താണ്? പ്രതിപതനം. റിഫ്ലക്ഷൻ, പ്രതിപതനം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Write any one example each for longitudinal wave and transverse wave. അനുപ്രസ്ഥ തരംഗങ്ങൾക്കും അനുദൈർഘ്യ തരംഗങ്ങൾക്കും ഓരോ ഉദാഹരണം എഴുതുക. എന്താ? അനുപ്രസ്ഥ തരംഗങ്ങൾക്കും അനുദൈർഘ്യ തരംഗങ്ങൾക്കും ഓരോ ഉദാഹരണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാ ഉദാഹരണം? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്, അനുദൈർഘ്യ തരംഗത്തിന് ഉദാഹരണം എന്താ? സൗണ്ട് അല്ലെ. ശബ്ദ തരംഗങ്ങൾ എന്തിന് ഉദാഹരണമാ? അനുദൈർഘ്യ തരംഗങ്ങൾ, ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് ഉദാഹരണമാണ്. അടുത്തത് ട്രാൻസ്വേഴ്സ് വേവ്, അനുപ്രസ്ഥ തരംഗങ്ങൾ. ട്രാൻസ്വേഴ്സ് വേവ്. ട്രാൻസ്വേഴ്സ് വേവിന് ഉദാഹരണം എന്താ? ലൈറ്റ് വേവ് അല്ലെ, പ്രകാശ തരംഗങ്ങൾ അല്ലെ. ട്രാൻസ്വേഴ്സ് വേവിന് ഉദാഹരണം എന്താ? പ്രകാശ തരംഗങ്ങൾ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് ഉദാഹരണം സൗണ്ട് വേവ് അല്ലെ, ശബ്ദ തരംഗങ്ങളാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് ഉദാഹരണം. അനുദൈർഘ്യ തരംഗത്തിന് പ്രകാശ തരംഗം ട്രാൻസ്വേഴ്സ് വേവ് ആണ്, അനുപ്രസ്ഥ തരംഗമാണ്. ഐഡന്റിഫൈ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആസ് റിലേറ്റഡ് ടു ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളെ അനുപ്രസ്ഥ തരംഗങ്ങൾക്ക് യോജിച്ചവയെന്നും അനുദൈർഘ്യ തരംഗങ്ങൾക്ക് യോജിച്ചവയെന്നും പട്ടികപ്പെടുത്തുക അല്ലെ. ഇവിടെ ഒരു 4 പോയിന്റ് തന്നിട്ടുണ്ട് അല്ലെ, 4 പോയിന്റ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ, ഏതൊക്കെയാണ് അനുദൈർഘ്യ തരംഗങ്ങൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഏതൊക്കെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്, ഏതൊക്കെയാണ് ട്രാൻസ്വേഴ്സ് വേവ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് വായിച്ചു നോക്കാം. 3 മാർക്കാണ് കേട്ടോ, ഓർക്കണം കേട്ടോ. ഇതെന്താ അത്രക്കും സിമ്പിൾ ആണ് അല്ലെ. സിമ്പിൾ ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ളത്, ഒന്നും വിട്ട് കളയരുത് കേട്ടോ. പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്നു അല്ലെ. വേവ് ഇങ്ങനെ പോവാണെങ്കിൽ, തരംഗം ഇങ്ങനെ പോവാണെങ്കിൽ ലംബമായി പെർപെൻഡിക്കുലർ ആയിട്ടാണ് കമ്പനം ചെയ്യുന്നതെങ്കിൽ, വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് എന്ത് തരംഗമാ? ട്രാൻസ്വേഴ്സ് വേവ് ആണ് അല്ലെ, അനുദൈർഘ്യ തരംഗങ്ങളാണ് അല്ലെ, അനുദൈർഘ്യ തരംഗങ്ങളാണ്.
കംപ്രഷൻസ് ആൻഡ് റാരിഫാക്ഷൻസ് ആർ ഫോംഡ്. കംപ്രഷൻ ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും രൂപപ്പെടുന്നു അല്ലെ. ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും രേഖപ്പെടുന്നു. കംപ്രഷനും റാരിഫാക്ഷൻസും എവിടെയായിരുന്നു? അത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിലായിരുന്നു അല്ലെ. ദൈർഘ്യ തരംഗത്തിൽ ആയിരുന്നു. എന്തിലാണ്? ദൈർഘ്യ തരംഗത്തിൽ ആയിരുന്നു. Particles vibrate in a direction parallel to the direction of propagation of wave. എന്താ പറഞ്ഞിട്ടുള്ളത്? മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ സഞ്ചാര ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്നു. സമാന്തരമായി തരംഗം ഇങ്ങനെ പോവാണെങ്കിൽ അതിന് സമാന്തരമായി കമ്പനം ചെയ്യുക ഏതിലായിരുന്നു? ലോഞ്ചിറ്റ്യൂഡിനൽ വേവിലായിരുന്നു അല്ലെ. ദൈർഘ്യ തരംഗങ്ങളിൽ ആയിരുന്നു. ശൃംഗങ്ങളും ഗർത്തങ്ങളും രൂപപ്പെടുന്നു. ക്രസ്റ്റ് ആൻഡ് ട്രഫ്സ് ആർ ഫോംഡ് അല്ലെ. ശൃംഗങ്ങളും ഗർത്തങ്ങളും ഇങ്ങനെ അല്ലെ. ശൃംഗങ്ങളും ഗർത്തങ്ങളും ക്രസ്റ്റും ട്രഫും ഫോം ചെയ്യുന്നുണ്ട്. ഏതിലായിരുന്നു ഫോം ചെയ്തത്? ട്രാൻസ്വേഴ്സ് വേവിലായിരുന്നു അല്ലെ. പ്രസ്ഥ തരംഗങ്ങളിൽ ആണ് അല്ലെ. അപ്പോ 1ഉം 4ഉം എന്താ? അനുപ്രസ്ഥ തരംഗങ്ങൾ അല്ലെ. ട്രാൻസ്വേഴ്സ് വേവ് ആണ്. 2ഉം 3ഉം എന്താ? ലോഞ്ചിറ്റ്യൂഡിനൽ ആണ്. ദൈർഘ്യ തരംഗങ്ങളാണ്. അപ്പൊ ഇത്രയും കാര്യം എഴുതി കഴിഞ്ഞാൽ എളുപ്പത്തിൽ 3 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഒന്നും വിട്ട് കളയരുതേ. നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക കേട്ടോ. നെക്സ്റ്റ്, വായുവിൽ പ്രതിധ്വനി കേൾക്കാൻ ശബ്ദസ്രോതസ്സും പ്രതിപതന തലവും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയായിരിക്കും? വാട്ട് ഷുഡ് ബി ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ടു ഹിയർ ആൻഡ് എക്കോ ഇൻ എയർ? ഇതും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത തന്നെയാണ് അല്ലെ. ഇവിടെ നിന്ന് ഒരാൾ സൗണ്ട് ഉണ്ടാക്കുന്നു. ഈ സൗണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഒരു പ്രതിപതന തലത്തിൽ, അതായത് റിഫ്ലക്റ്റിംഗ് സർഫസിൽ പോയി തട്ടി തിരിച്ചു വന്നിട്ട് നമ്മൾ കേൾക്കും അല്ലെ. അപ്പൊ ഇങ്ങനെ എക്കോ കേൾക്കണമെങ്കിൽ ഇതും തമ്മിൽ ഏകദേശം എത്ര ദൂരം വേണം എന്നായിരുന്നു നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഏകദേശം 17 മീറ്റർ അല്ലെ. നമ്മൾ 17.5 മീറ്റർ എന്നങ്ങാനാണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന് അടുത്ത് വരുന്ന വാല്യൂ ഏതാ? 17 മീറ്റർ അല്ലെ. അപ്പൊ ശരി ഉത്തരം ഏതാ? 17 മീറ്റർ. എന്താ? പ്രതിധ്വനിയും അല്ലെ ശബ്ദസ്രോതസ്സും പ്രതിപതന തലവും തമ്മിലുള്ള ദൂരം, ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാ? 17 മീറ്റർ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സോഴ്സും റിഫ്ലക്റ്റിംഗ് സർഫസും തമ്മിലുള്ള ദൂരം എത്രയാ? 17 മീറ്റർ ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. You might have seen tsunami warning through media. Write down any 2 safety measures to be adopted when there is a tsunami warning. മാധ്യമങ്ങളിലൂടെ സുനാമി മുന്നറിയിപ്പുകൾ ഉണ്ടാകാറുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ? ഇത്തരമൊരു സുനാമി മുന്നറിയിപ്പുണ്ടായാൽ സ്വീകരിക്കേണ്ട 2 രക്ഷാമാർഗങ്ങൾ നിർദ്ദേശിക്കുക. ഏത് രക്ഷാമാർഗങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് എഴുതാനായിട്ട് പറ്റും. ഇത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. പറയേണ്ട ആവശ്യമുണ്ടോ? ഫോർ എക്സാമ്പിൾ, അതായത് നമുക്ക് മനസ്സിലാവും ഏകദേശം സുനാമി വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ. കാരണം എന്താ? കടൽ ഉൾവലിയാന്ന് കേട്ടിട്ടുണ്ടോ? അപ്പൊ ഇങ്ങനെ കടൽ ഉള്ളിലേക്ക് വലിഞ്ഞു കഴിഞ്ഞാല് എന്തായാലും എന്താ സുനാമി വരാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പായിരിക്കും അല്ലെ. അത് വരും എന്നുള്ളത് ഒരു മുന്നറിയിപ്പായിരിക്കും. അതുപോലെ തന്നെ സുനാമി അവസാനിച്ചു, അതായത് അപകടം അവസാനിച്ചു എന്ന് വെച്ചിട്ട് നമ്മൾ സ്വയം കരുതരുത്. അതായത് സുനാമി അവസാനിച്ചു അല്ലെ, അപകടം അവസാനിച്ചു എന്ന് നമ്മൾ സ്വയം കരുതരുത്. പകരം എന്താ? ഔദ്യോഗികമായി പ്രഖ്യാപിക്കൂലേ, അതായത് നമ്മളുടെ കാലാവസ്ഥാ നിരീക്ഷകരൊക്കെ പ്രഖ്യാപിക്കൂലേ, അതായത് എല്ലാം കെട്ടടങ്ങി എന്നൊക്കെ പറഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ? അത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ എന്താണ്? സുനാമിയിലൊക്കെ അകപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പൊങ്ങിക്കിടക്കുന്ന വസ്തുക്കളിൽ മുറുകി നമ്മൾ പിടിച്ചിരിക്കണം. കാരണം നമുക്ക് നമ്മളുടെ ജീവൻ രക്ഷിക്കണം അല്ലെ. അപ്പോൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഫ്ലോട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വസ്തുവിൽ നമ്മൾ എന്ത് ചെയ്യണം? കയറി പിടിക്കാം. പിന്നെ എന്താ? നമ്മളുടെ ജീവൻ എന്താ? അമൂല്യമാണ് അല്ലെ. അതുകൊണ്ട് എന്താ? ജീവൻ രക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കാം. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് മുൻകരുതലുകളൊക്കെ നമ്മൾ എടുക്കുക കേട്ടോ സുനാമി വന്നു കഴിഞ്ഞാല്. Next question, yes. A wave is generated in 1 second is depicted. Observe it and answer the following questions.
ഒരു വേവ് അല്ലെ, ഒരു വേവ് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ കാണാം, തന്നിരിക്കുന്ന ഗ്രാഫ് നിരീക്ഷിച്ച് ചുവടെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഒരു സെക്കൻഡിൽ ഉണ്ടായ തരംഗമാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. രണ്ടും ഒരേ സംഭവമാണ് കേട്ടോ. രണ്ടും എന്താ, ഒരേ തരംഗമാണ്. വേവ് ലെങ്ത് ഓഫ്, കാൽക്കുലേറ്റ് ദ ഫോളോയിങ്. എന്താണ് ഈ തരംഗത്തിന്റെ ഈ ഒരു 4 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഈ 4 ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വേവ് ലെങ്ത് ഓഫ് ദി വേവ്. എന്താണ് വേവ് ലെങ്ത് ഓഫ് ദി വേവ്? ഈ ഒരു വേവിന്റെ എന്ത് കാണാനാ പറഞ്ഞിട്ടുള്ളത്? വേവ് ലെങ്ത് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. വേവ് ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വേവ് ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈക്കിൾ അല്ലെ, ഒരു സൈക്കിള് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ദൂരം അല്ലെ. ഒരു സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിക്കുന്നുണ്ട് അല്ലെ. ഇതും ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിക്കുന്നുണ്ട്. അപ്പൊ എത്രയാ വന്നിട്ടുള്ളത്? 4 അല്ലെ. എത്രയാ വന്നിട്ടുള്ളത്? 4 മീറ്റർ. 4 മീറ്റർ. അപ്പോൾ വേവ് ലെങ്ത് ഓഫ് ദ വേവ് എത്രയാ? 4 മീറ്റർ. ഒരു മാർക്ക് നമുക്ക് കിട്ടി കേട്ടോ, സുഖമായിട്ട്. ഇനി അടുത്തത് എന്താണ്? ഫ്രീക്വൻസി ഓഫ് ദി വേവ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഫ്രീക്വൻസി ഓഫ് ദ വേവ്. ഫ്രീക്വൻസി കാണണം. ഫ്രീക്വൻസി എങ്ങനെയാ നമ്മൾ കാണാ? ഒരു സെക്കൻഡിൽ അല്ലെ, ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് നോക്കിയാൽ മതി അല്ലെ. ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് നോക്കിയാൽ മതി. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു തന്നിട്ടുള്ളത്? ഈ വേവ് ഒരു സെക്കൻഡിൽ സഞ്ചരിച്ച ഒരു ഗ്രാഫിക നിരീക്ഷണമാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഒരു സെക്കൻഡ് കൊണ്ടാണ് ആ വേവ് തരംഗം ഇവിടെ നിന്ന് ഇവിടത്തേക്ക് എത്തിയത് അല്ലെ. ഒരു സെക്കൻഡ് കൊണ്ടാണ് ഇവിടെ നിന്നും ഇവിടത്തേക്ക് എത്തിയത്. അപ്പൊ ഫ്രീക്വൻസി ആവൃത്തി എന്തായിരുന്നു? ഒരു സെക്കൻഡിൽ അല്ലെ, ഒരു സെക്കൻഡ് ഇവിടം വരെയാണ് എത്തിയത്. അപ്പൊ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിള് പൂർത്തിയാക്കുന്നുണ്ട് എന്ന് എണ്ണിയാൽ മതി അല്ലെ. എത്ര സൈക്കിൾ ഉണ്ട് എന്ന് എണ്ണാം. 1 അല്ലെ. ഇവിടെ എത്തുമ്പോഴേക്ക് 1, 2, 3 അല്ലെ. ഇവിടെയോ 1, 2, 3 അല്ലെ. 3 അല്ലെ. അപ്പൊ എത്രയാ ഫ്രീക്വൻസി? ആവൃത്തി എത്ര? 3 ഹെർട്സ്. ആവൃത്തി 3 ഹെർട്സ്. തരംഗ ദൈർഘ്യം എത്രയായിരുന്നു? 4 മീറ്റർ. അടുത്ത സ്പീഡ് ഓഫ് ദ വേവ്. ഈ തരംഗത്തിന്റെ സ്പീഡ് എത്രയാണ്? സ്പീഡിന്റെ ഇക്വേഷൻ എന്താ? സ്പീഡ് ഈസ് ഈക്വൽ ടു ദൂരം ബൈ സമയം അല്ലെ. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെ. ഇവിടെ ഡിസ്റ്റൻസ്, എത്ര ദൂരമാണ് ആകെ സഞ്ചരിച്ചിട്ടുള്ളത്? എത്ര ഡിസ്റ്റൻസാ സഞ്ചരിച്ചിട്ടുള്ളത്? 12 അല്ലെ. 12 ഡിവൈഡഡ് ബൈ സമയം എത്രയായിരുന്നു? ഒരു സെക്കൻഡിൽ സഞ്ചരിച്ചു എന്നല്ലേ പറഞ്ഞ സമയം. അപ്പൊ 1. അപ്പൊ ആൻസർ എത്ര വരും? ആൻസർ 12 മീറ്റർ പെർ സെക്കൻഡ് അല്ലെ. 12 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. 12 മീറ്റർ പെർ സെക്കൻഡ്. 12 മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത വിച്ച് ടൈപ്പ് ഓഫ് വേവ് ഈസ് ദിസ്? എന്താ? വിച്ച് ടൈപ്പ് ഓഫ് വേവ് ഈസ് ദിസ്? ഇത് എന്ത് തരം വേവ് ആണ് എന്നാ ചോദിച്ചിട്ടുള്ളത്. അനുപ്രസ്ഥ തരംഗമാണോ അല്ലെങ്കിൽ അനുദൈർഘ്യ തരംഗമാണോ എന്നാ ചോദിച്ചിട്ടുള്ളത്. എന്ത് ടൈപ്പാണ്? ശൃംഗവും ഗർത്തവും ഉണ്ട് അല്ലെ. ശൃംഗവും ഗർത്തവും. ക്രസ്റ്റും ഉണ്ട്, ട്രഫും ഉണ്ട് അല്ലെ. ക്രസ്റ്റും ട്രഫും ഉള്ള വേവ് ഏതായിരുന്നു? ട്രാൻസ്വേഴ്സ് വേവ് ആണ് അല്ലെ. അനുപ്രസ്ഥ തരംഗം. എന്താണ്? അനുപ്രസ്ഥ തരംഗമാണ്. ഓക്കെ, ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഫോളോയിങ് ഫിഗർ റെപ്രസെന്റിങ് എ ട്രാൻസ്വേഴ്സ് വേവ്. ഒരു തരംഗത്തെ സൂചിപ്പിക്കുന്ന ചുവടെ കൊടുത്ത ചിത്രം നിരീക്ഷിക്കുക. രണ്ടും ഒരേതാണ് കേട്ടോ. വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ദിസ് വേവ്? നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ. ഈ ഒരു വേവിന്റെ എന്ത് കാണാനാ പറഞ്ഞിട്ടുള്ളത്? വേവ് ലെങ്ത്, തരംഗ ദൈർഘ്യം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. തരംഗ ദൈർഘ്യം എങ്ങനെയാ നമ്മൾ കാണാ? തരംഗ ദൈർഘ്യം എന്തായിരുന്നു? ഒരു സൈക്കിൾ അല്ലെ, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആക്കാൻ എടുക്കുന്ന ദൂരം അല്ലെ. ഒരു ദോലനം, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ദൂരം അതെത്രയാണ്? ഇത്രയല്ലേ, ഇവിടം തൊട്ട് ഇവിടം വരെ അല്ലെ. അപ്പൊ എത്രയാ വരിക? 2 മീറ്റർ. എത്രയാണ്? 2 മീറ്റർ. 0.5 സെക്കൻഡ് കൊണ്ടാണ് തരംഗം ഗ്രാഫിൽ സൂചിപ്പിച്ചിരിക്കുന്ന ദൂരം തരംഗം സഞ്ചരിച്ചതെങ്കിൽ തരംഗ വേഗം കണക്കാക്കുക. എന്താണ്? 0.5 സെക്കൻഡിൽ, 0.5 സെക്കൻഡിലാണ് എന്ത് സഞ്ചരിച്ചിട്ടുള്ളത്? ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ
സഞ്ചരിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ തരംഗ വേഗം കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. തരംഗ വേഗം അല്ലെ, വേഗം ഇസ് ഈക്വൽ ടു ദൂരം ബൈ സമയം, സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പൊ വി ഇസ് ഈക്വൽ ടു ദൂരം, ദൂരം എത്രയാ, ദൂരം എത്രയാ തന്നിട്ടുള്ളത്, എത്രയാ, എത്രയാ, ഇവിടുന്ന് ഇവിടത്തേക്ക് അല്ലെ 12ലേക്കാണ് എത്തിയിട്ടുള്ളത് അല്ലെ, 12. ഇവിടെ 14 എന്നൊക്കെ തന്നിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാ, നിങ്ങളുടെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാട്ടോ. തരംഗം വേവ് എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, ഈ 12 പറയുന്ന പോയിന്റിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ദൂരം എത്ര, 12, ദൂരം ഡിസ്റ്റൻസ് 12 ഡിവൈഡഡ് ബൈ ടൈം, സമയം എത്രയാ, 0.5 അല്ലെ, 0.5. ഇനി എന്ത് ചെയ്യാ, ഈ പോയിന്റ് മാറ്റാൻ എന്ത് ചെയ്യണം, ഇൻറ്റു 10 താഴെ ചെയ്ത്, അപ്പൊ മേലെയും ഇൻറ്റു 10 അല്ലെ, അപ്പൊ എന്ത് വരും, 120/5 എന്ന് വരും. 120/5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്രയാ കിട്ടുക, 24 മീറ്റർ പെർ സെക്കൻഡ് അല്ലെ, 24 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ സ്പീഡ് എത്രയാ, 24 മീറ്റർ പെർ സെക്കൻഡ്. വേഗം, തരംഗ വേഗം എത്ര, 24 മീറ്റർ പെർ സെക്കൻഡ്. ഇനി അടുത്തത്, കാൽക്കുലേറ്റ് ദ ഫ്രീക്വൻസി ഓഫ് ദിസ് വേവ്. എന്താ പറഞ്ഞിട്ടുള്ളത്, ഫ്രീക്വൻസി കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്രീക്വൻസി എങ്ങനെയാ നമ്മൾ കാണാം, വി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡ അല്ലെ, ഈ ഇക്വേഷൻ അറിയാലോ, വി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡ. എഫ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം, എഫ് ഈസ് ഈക്വൽ ടു വി ബൈ ലാംഡ അല്ലെ, എഫ് ഈസ് ഈക്വൽ ടു വി ബൈ ലാംഡ. വി എത്രയാ നമുക്ക് കിട്ടിയിട്ടുള്ളത്, 24 അല്ലെ, 24 എത്ര, 24 ഡിവൈഡഡ് ബൈ ലാംഡ. ലാംഡ എത്ര കിട്ടിയിട്ടുള്ളത്, 2 അല്ലെ, 2. 24/2 എത്രയാ, 12 ഹെർട്സ്, 12 ഹെർട്സ് കിട്ടി അല്ലെ. കാൽക്കുലേറ്റ് ദ ഫ്രീക്വൻസി ഓഫ് ദിസ് വേവ് അല്ലെ, വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. ഇതിപ്പോ 1 സെക്കൻഡിലാണ് ഇവിടെ എത്തിയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറുതെ സൈക്കിളിന്റെ എണ്ണം എണ്ണിയാൽ മതിയായിരുന്നു അല്ലെ. പക്ഷെങ്കിൽ ഇത് 0.5 സെക്കൻഡ് കൊണ്ട് എത്തി. അപ്പൊ നമുക്ക് അങ്ങനെ സൈക്കിളിന്റെ എണ്ണം എണ്ണിയാൽ മതിയോ, പോരാ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. അടുത്തത്, വാട്ട് ഹാപ്പൻസ് ടു ദ വേവ് ലെങ്ത്, ഇതൊന്ന് മായ്ക്കുന്നുണ്ടേ. What happens to the wavelength when the frequency increases by keeping the speed of wave a constant? ആ ക്വസ്റ്റ്യൻ ഒന്ന് താഴ്ത്തട്ടെ, മലയാളത്തിന്റെ വായിക്കാൻ വേണ്ടിയിട്ട്. തരംഗവേഗം സ്ഥിരമായിരിക്കുമ്പോൾ ആവൃത്തി കൂടുന്നതിനനുസരിച്ച് തരംഗ ദൈർഘ്യത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഫ്രീക്വൻസി അല്ലെ, ആവൃത്തി കൂട്ടുന്നുണ്ട്. എന്താണ്, ആവൃത്തി കൂട്ടുന്നുണ്ട്. സ്പീഡ് കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ടുണ്ട്. സ്പീഡ് അല്ലെ, വി എന്താണ്, വി ഒരു കോൺസ്റ്റന്റുമാണ്, വി ഒരു കോൺസ്റ്റന്റും ആക്കി വെച്ചിട്ടുണ്ട്. എന്താണ്, തരംഗവേഗം സ്ഥിരമായി വെച്ചിട്ടുണ്ട്, ആവൃത്തി എന്തെന്നാണ്, കൂട്ടുകയും ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഇക്വേഷൻ എന്തേനും, വി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡയാണ് അല്ലെ, വി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡയാണ്. അപ്പൊ എന്താ, ഇവിടെ വി ബൈ എഫ് ഈസ് ഈക്വൽ ടു ലാംഡയാണ് അല്ലെ, വി ബൈ എഫ് ഈസ് ഈക്വൽ ടു ലാംഡയാണ് അല്ലെ, വി ബൈ എഫ് ഈസ് ഈക്വൽ ടു ലാംഡ ആണ്. അപ്പൊ വി എന്താക്കി വെച്ചേ, വി കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ടുണ്ട് അല്ലെ. എഫ് എന്താക്കുന്നത്, കൂട്ടുവാണ് അല്ലെ ചെയ്യുന്നത്, എഫ് എന്താക്കുന്നത്, കൂട്ടുവാണ് ചെയ്യുന്നത്. എഫ് കൂട്ടുമ്പോൾ, എഫ് കൂടുവാണെങ്കിൽ ലാംഡക്ക് എന്നാ സംഭവിക്കുക, കുറയാണ് അല്ലെ ചെയ്യുക. ഇത് കൂടുമ്പോൾ ഇത് കുറയാണ് ചെയ്യുക. അപ്പൊ സംഭവം എന്താ ഇവിടെ നടക്കുന്നത്, തരംഗ ദൈർഘ്യത്തിന് എന്ത് മാറ്റാ വരുന്നേ, വേവ് ലെങ്ത്തിന് എന്ത് മാറ്റാ വരുന്നേ, കുറയുന്നു അല്ലെ, ഡിക്രീസസ് അല്ലെ. വേവ് ലെങ്ത് ലാംഡ എന്താണ്, ഡിക്രീസസ്, വേവ് ലെങ്ത് ഡിക്രീസസ്, കുറയുന്നു. ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമുക്ക് വരിക. അതുകൊണ്ട് എന്താ, ഇക്വേഷൻസ് ഒക്കെ നന്നായിട്ട് പഠിക്കുക, ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിക്കുക, എന്നിട്ട് അതിനനുസരിച്ച് ഉത്തരം എഴുതാനായിട്ട് ശ്രമിക്കാം. ഇതിന്റെ ക്ലാസ് ഒക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അഥവാ കാണാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ചാനലിൽ പോയി പ്ലേലിസ്റ്റിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. പ്ലേലിസ്റ്റിൽ തരംഗ ദൈർഘ്യം എന്നും സൗണ്ട് വേവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള 2 പ്ലേലിസ്റ്റ് ഉണ്ട്. ഇംഗ്ലീഷുകാർക്കുള്ളതുകൊണ്ട് മലയാളംകാർക്കുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലെ. വിച്ച് ടൈപ്പ് ഓഫ് വേവ് മോഷൻ ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദി ഫിഗർ?
ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഏത് തരം തരംഗചലനമാണ്? ഏത് തരം തരംഗചലനമാണിത്? അനുദൈർഘ്യ തരംഗമാണ് അല്ലെ? അനുദൈർഘ്യ തരംഗം, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് അല്ലെ? അനുദൈർഘ്യ തരംഗങ്ങൾ, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. വാട്ട് ഡു C1 ആൻഡ് R1 റെപ്രസെന്റ്? C1 R1 എന്നിവ എന്തിനെ സൂചിപ്പിക്കുന്നു? ഇവിടെയുള്ള ഈ C1ഉം R1ഉം അല്ലെ? C1ഉം R1ഉം എന്തിനാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തിനാണ് സൂചിപ്പിക്കുന്നത്? C എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചമർദ്ദ മേഖല, R എന്ന് വെച്ച് കഴിഞ്ഞാലോ നീചമർദ്ദ മേഖല അല്ലെ? കംപ്രഷനും റാരിഫാക്ഷൻസും അല്ലെ? കംപ്രഷനും റാരിഫാക്ഷനും. C എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്രഷൻ, R എന്ന് വെച്ച് കഴിഞ്ഞാൽ റാരിഫാക്ഷൻസ്. ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും. ചൂസ് ദ ഡിസ്റ്റൻസ് ഇൻഡിക്കേറ്റിംഗ് ദ വേവ് ലെങ്ത് ഓഫ് ദിസ് വേവ് ഫ്രം ദ ഫോളോയിങ്. ബ്രാക്കറ്റിൽ കൊടുത്തവയിൽ നിന്നും തരംഗത്തിന്റെ തരംഗ ദൈർഘ്യത്തെ സൂചിപ്പിക്കുന്ന ദൂരം എടുത്തെഴുതുക. തരംഗത്തിന്റെ തരംഗ ദൈർഘ്യം സൂചിപ്പിക്കുന്നത് എന്താ? അനുദൈർഘ്യ തരംഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്തടുത്തുള്ള കംപ്രഷൻ, അടുത്തടുത്തുള്ള ഉച്ചമർദ്ദ മേഖലകൾ തമ്മിലുള്ള ദൂരത്തെ ലാംഡ എന്ന് പറയും അല്ലെ? അതുപോലെ തന്നെ അടുത്തടുത്തുള്ള രണ്ട് നീചമർദ്ദ മേഖലകൾ, അടുത്തടുത്തുള്ള രണ്ട് റാരിഫാക്ഷൻസിനെ നമ്മൾ ലാംഡ എന്നാണ് വിളിച്ചിട്ടുള്ളത് അല്ലെ? C1ഉം C2ഉം R1ഉം R2 ഉണ്ട്. അപ്പൊ ഇവിടെ ഓപ്ഷൻസ് നോക്കാം. C1 R1 ആണോ? അല്ല. C1 R2, C1ഉം R2ഉം ആണോ? അല്ല. C1 C2 അതെ അല്ലെ? C1ഉം C2 ആണ്. C1 C3 ഇതുമാണോ? അല്ല. അപ്പൊ ഓപ്ഷൻ ഏതാ വരിക? C1 C2. അടുത്തടുത്തുള്ള രണ്ട് കംപ്രഷൻ, അടുത്തടുത്തുള്ള ഉച്ചമർദ്ദ മേഖലകളോ അല്ലെങ്കിൽ അടുത്തടുത്തുള്ള രണ്ട് റാരിഫാക്ഷൻസ്, അടുത്തടുത്തുള്ള രണ്ട് നീചമർദ്ദ മേഖലകളോ തമ്മിലുള്ള ദൂരത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് വേവ് ലെങ്ത് അല്ലെ? തരംഗ ദൈർഘ്യം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. A man heard an echo of his sound after 4 seconds. Calculate the distance between him and the reflecting surface. എന്താ ക്വസ്റ്റ്യന്? ഒരു അയാളുടെ എക്കോ എത്ര സെക്കൻഡിന് ശേഷമാണ് കേൾക്കുന്നത്? 4 സെക്കൻഡിന് ശേഷമാണ് അല്ലെ കേൾക്കുന്നത്. കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹിം ആൻഡ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഒരാള് ശബ്ദമുണ്ടാക്കി. അപ്പൊ ഈ ശബ്ദം പോയി ഒരു സർഫസിൽ തട്ടണല്ലോ അല്ലെ? ഒരു പ്രതലത്തിൽ പോയി തട്ടി തിരിച്ചിങ്ങനെ വരണം അല്ലെ? എന്നാലാണ് നമ്മൾ കേൾക്കാം. അപ്പൊ ഇങ്ങനെ പോയി തിരിച്ചെത്താൻ എടുത്ത സമയം എത്രയാണ്? എടുത്ത സമയം 4 സെക്കൻഡ് ആണ്. പിന്നെ എന്താ? Assume the speed of sound in air as 340 meter per second. സൗണ്ടിന് വായുവിലൂടെ, ശബ്ദത്തിന് വായുവിലൂടെയുള്ള വേഗം എത്രയാണ്? 340 ആണ്. വിയും തന്നിട്ടുണ്ട് അല്ലെ? വിയും തന്നിട്ടുണ്ട് 340 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണ് എന്താ കാണേണ്ടത്? കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹിം ആൻഡ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ്. ഇയാളും ഈ സർഫസും ഇതും തമ്മിലുള്ള ദൂരം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം സ്പീഡ്, വേഗം ഈസ് ഈക്വൽ ടു ദൂരം ബൈ സമയം അല്ലെ? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇവിടെ ഇങ്ങോട്ട് ഒരു ദൂരമുണ്ട്, ഇങ്ങോട്ടേക്ക് ഒരു ദൂരമുണ്ട്. അപ്പൊ ദൂരം എത്രയാണ്? 2D ഉണ്ട് അല്ലെ? 2D ഉണ്ട്. ഇനി D കാണാലോ അല്ലെ? D എങ്ങനെയാ കാണാ? സെയിം ഇക്വേഷൻ നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ D കാണാൻ എങ്ങനെയാ? V × T/2 ഈസ് ഈക്വൽ ടു D ആണ് അല്ലെ? അപ്പൊ V എത്രയാ? 340 ഇൻറ്റു T എത്രയാ? 4 ഡിവൈഡഡ് ബൈ 2 അല്ലെ? അപ്പൊ ഈ 2 ഇതിൽ 2 പ്രാവശ്യം പോകും. എന്നിട്ട് എന്ത് കിട്ടും? D കിട്ടും അല്ലെ? അപ്പൊ 340 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാ കിട്ടുക? 680 മീറ്റർ എന്ന് കിട്ടും. ദൂരം എത്ര കിട്ടിയിട്ടുള്ളത്? 680 മീറ്റർ ആണ്. ഇക്വേഷൻ അറിയെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാനാകുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഉചിതമായി ചേർത്തെഴുതുക. അതായത് മാച്ച് ദ ഫോളോയിങ് ആണ് പറഞ്ഞിട്ടുള്ളത്. A എന്നുള്ളതുണ്ട്, B എന്നുള്ളതുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് നോക്കിയിട്ട് ബിയിലേക്ക് മാർക്ക് ചെയ്യാം നമുക്ക്. അൾട്രാസോണിക് തരംഗം, അൾട്രാസോണിക് വേവ് എന്താ? എവിടെയാ നമ്മൾ യൂസ് ചെയ്യുന്നത്? അക്കോസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് അവിടെയാണോ? അല്ലെങ്കിൽ റിവർബറേഷൻ, അനുരണനം,
എക്കോ കാർഡിയോഗ്രാഫ്, എക്കോ കാർഡിയോഗ്രാഫ്. സീസ്മിക് വേവ്, സീസ്മിക് തരംഗം 15,000 ഹെർട്സ്. അൾട്രാസോണിക് വേവ് എവിടെയായിരുന്നു നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്? എക്കോ കാർഡിയോഗ്രാഫ് അല്ലെ, എവിടെയാണ്? എക്കോ കാർഡിയോഗ്രാഫ്. അതായത് നമ്മളെ മെഡിക്കൽ ഫീൽഡിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, അൾട്രാസോണിക് വേവ്. അപ്പൊ അത് ഇതിന് എഴുതാം, എക്കോ കാർഡിയാക് എഴുതാം. അടുത്തത് ഭൂകമ്പം, എർത്ത് ക്വേക്ക്. ഭൂകമ്പം, നമ്മൾ സുനാമിയും എർത്ത് ക്വേക്കും പഠിച്ചപ്പോൾ ഒരു തരംഗത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ഏതായിരുന്നു അത്? സീസ്മിക് തരംഗം അല്ലെ, സീസ്മിക് തരംഗം, സീസ്മിക് തരംഗം. അതായത് ഭൂമി കുലുക്കം അല്ലെങ്കിൽ വലിയ വലിയ ഭൂകമ്പമൊക്കെ വരുമ്പോൾ ആ ഭൂമിയുടെ പ്രതലത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു തരംഗം, ഒരു വേവ് ആയിരുന്നു സീസ്മിക് വേവ് അല്ലെ. അടുത്തത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ, ആവർത്തന പ്രതിപതനം. അതെന്തായിരുന്നു? റിവർബറേഷൻ അല്ലേ? എന്താണ് റിവർബറേഷൻ? അനുരണനം. റിവർബറേഷൻ എന്തായിരുന്നു? നമ്മളുടെ സൗണ്ട് ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നതായിട്ട് അല്ലെ. മുഴങ്ങി കേൾക്കാൻ ഉദ്ദേശിക്കുന്ന എന്താ? നമ്മളുടെ സൗണ്ട് പല സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പതിക്കുന്നുണ്ട് അല്ലെ, റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അല്ലെ, റിഫ്ലക്ട് ചെയ്ത്, അതായത് മൾട്ടിപ്പിൾ ആയിട്ട് അല്ലെ, കുറെ പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്? റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, ആവർത്തന പ്രതിപതനം സംഭവിക്കുന്നുണ്ട് അല്ലെ, റിവർബറേഷൻ. അടുത്ത കൺസ്ട്രക്ഷൻ ഓഫ് റെക്കോർഡിംഗ് സ്റ്റുഡിയോ, അത് എക്കോസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ്. എക്കോസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ്, എക്കോസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സൗണ്ടിനെ പറ്റിയുള്ള പഠനമാണ്. അപ്പോൾ ആ സൗണ്ടിനെ പറ്റി, അതായത് ബിൽഡിങ്ങിൽ, അതായത് നമ്മൾ സ്റ്റുഡിയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എക്കോ ഒന്നും വരാനായിട്ട് പാടില്ല അല്ലെ. കാരണം എന്താ? സ്റ്റുഡിയോയിൽ നമ്മൾ എന്താ ചെയ്യുക? ഡബ്ബിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കുകയാണ് അല്ലെ ചെയ്യുക. അപ്പം അങ്ങനത്തെ സമയത്ത് നമുക്ക് എക്കോയോ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഒഴിവാക്കേണ്ടതായിട്ട് വരും. അപ്പം നമ്മൾ അതായത് അപ്പം നമ്മൾ സൗണ്ടിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങളാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതാണ് എക്കോസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ വരുന്നിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the problem that occur in holes due to reflection of sound can be remedied up to a certain extent by making the walls rough. ചുവരുകൾ പരുക്കനാക്കുന്നതിലൂടെ ഹാളുകളിലെ ശബ്ദ പ്രതിപതനം മൂലമുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും അല്ലെ. അതായത് നമ്മളുടെ വാളൽ ഉണ്ടാവില്ല, അതായത് നമ്മളുടെ റൂമിലുള്ള വാളുകളൊക്കെ, അതായത് മതിലുകളല്ല, ചുവരുകൾ അല്ലെ, ചുവരുകളൊക്കെ പരുക്കനാക്കി, അതായത് റഫാക്കി കഴിഞ്ഞാൽ, പരുക്കനാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? റഫാക്കി കഴിഞ്ഞാൽ നമുക്ക് എക്കോ പോലുള്ള സാധനങ്ങൾ കുറക്കാനായിട്ട് പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? റിഫ്ലക്ഷൻ, അതായത് സൗണ്ടിന്റെ റിഫ്ലക്ഷൻ ഒക്കെ കുറക്കാനായിട്ട് പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ വിച്ച് ആർ ദ പ്രോബ്ലംസ് ദാറ്റ് ക്യാൻ ഒക്കർ ഇൻ എ ഹോൾ ഡ്യൂ ടു റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്? എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്ക് ഈ ഒരു റിഫ്ലക്ഷൻ കൊണ്ട് നമുക്കൊരു റൂമിൽ അനുഭവപ്പെടുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്ക് റൂമിൽ അനുഭവപ്പെടുന്നത്? കുറേ പ്രശ്നങ്ങളുണ്ട് അല്ലെ. നമുക്ക് എന്താ? ഈ റിവർബറേഷൻ പോലുള്ള സംഭവം, പിന്നെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ അല്ലെ, ആവർത്തന പ്രതിപതനം, അതൊക്കെ നമുക്ക് ഈ ഒരു ഇതുകൊണ്ട് സംഭവിക്കുന്നുണ്ട് അല്ലെ. പരുപരത്താക്കി കഴിഞ്ഞാലോ നമുക്ക് റിഫ്ലക്ഷൻ, പ്രതിപതനം എന്ത് ചെയ്യാനായിട്ട് പറ്റും? തടയാനായിട്ട് പറ്റും അല്ലെ. മിനുസമുള്ള അല്ലെങ്കിൽ സ്മൂത്ത് ആക്കി വെച്ച് കഴിഞ്ഞാൽ എന്താ? റിഫ്ലക്ഷൻ, പ്രതിപതനം കൂടുകയുള്ളൂ അല്ലെ, പ്രതിപതനം കൂടും അല്ലെ. അപ്പൊ അത് നമുക്ക് തടയാനായിട്ട് പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളുടെ ഹോളിലുള്ള വോളുകൾ, ചുമരുകളൊക്കെ എന്താക്കണം? പരുപരത്തതാക്കണം, റഫ് ആക്കണം. റൈറ്റ് ഡൗൺ 2 other methods that can be adopted to minimize the problem. ഏതൊക്കെയാണ് നമ്മളുടെ 2 മാർഗങ്ങൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയായിരിക്കും മാർഗങ്ങളുള്ളത്? നമുക്ക് ഫ്ലോറുകൾ അല്ലെ, നില അല്ലെങ്കിൽ തറകൾ എന്താക്കാം? റഫാക്കി മാറ്റാം അല്ലെ, തറകൾ റഫാക്കി മാറ്റാം, പരുപരത്തതാക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ റൂമുകളിൽ കർട്ടൻ പോലുള്ള സാധനങ്ങൾ, കാർപ്പറ്റ് പോലുള്ള സാധനങ്ങളൊക്കെ വിരിച്ചു കഴിഞ്ഞാൽ എന്ത് തടയാനായിട്ട് പറ്റും? പ്രതിപതനം, റിഫ്ലക്ഷൻ തടയാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താനായിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ക്വസ്റ്റ്യൻസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇനിയുള്ള വീഡിയോസ് ഇടുമ്പോൾ കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.